മനുഷ്യനോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം, മൃഗങ്ങളോടുള്ള സ്നേഹം, ഇതിലേതാണ് മുന്നേ നിൽക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് എങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും മനുഷ്യന് പുല്ലുവില കൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവരൊക്കെ അറിയാതെ പ്രതികരിച്ചു പോകുന്നതും അതുകൊണ്ടാണ്. വയനാട് പടമലയിലെ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയിട്ട് 10 മാസമാകുന്നു. സംഭവത്തെ തുടർന്ന് കുറുവ ദ്വീപിൽ നിന്ന് കാട്ടാനകൾ വരുന്നത് തടയാൻ വൈദ്യുത വേലി അടക്കം നിർമ്മിക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ നിർമ്മാണം ഇപ്പോഴും പാതിവഴിയിലാണ്. ഫെബ്രുവരി 10 കേരളം ഉണർന്നത് ഈ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളിലേക്കാണ്. കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം വയനാട് അതിർത്തിയിൽ തുറന്നുവിട്ട ബേലൂർ മഗ്ന എന്ന മോഴയാനയാണ് പടമലയിൽ കൊലവിളി നടത്തിയത്. തുടർന്ന് മാനന്തവാടി പ്രതിഷേധം അണപൊട്ടി. ജനങ്ങളെ ശാന്തരാക്കാൻ സർക്കാർ നൽകിയ പ്രധാന ഉറപ്പുകളിലൊന്നായിരുന്നു കബനി തീരത്തെ റോപ്പ് ഫെൻസിംഗ്. കൂടൽക്കടവ് മുതൽ പാൽവെളിച്ചം വരെ 4.6 കിലോമീറ്റർ റോപ്പ് ഫെൻസിംഗ് നിർമ്മിക്കാൻ കിഫ്ബിയിൽ നിന്ന് 3.6 കോടി രൂപ അനുവദിച്ചു. പക്ഷേ ഇതുവരെ നിർമ്മാണം നടന്നത് ഏതാനും മീറ്ററുകൾ മാത്രം. ഈ കമ്പി കണ്ടോ? ഇതിവിടെ മുമ്പുണ്ടായിരുന്നൊരു ഫെൻസിങ്ങിൻ്റെ ബാക്കിയാണ് ഈ കമ്പി. പക്ഷെ അതൊക്കെ നശിച്ചുപോയി. പകരം ഇവിടെ റോപ്പ് ഫെൻസിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറേ കാലുകളുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രം ഫെൻസിങ് റെഡി ആയിട്ടുണ്ട്. ഈ അക്കരെ കാണുന്നത് കുറുവ ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ്. അവിടെ നിന്ന് കബനി നദി നീന്തി കടന്നാണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിൽ എത്തുന്നത്. ആന വന്ന് അജീഷിനെ ചവിട്ടിക്കൊന്ന ആ സമയത്ത് DF അടക്കം മന്ത്രി തലത്തിൽ ഞങ്ങളോട് വാക്ക് തന്നതാണ് ഫെൻസിങ് അടക്കമുള്ള പരിപാടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ്. ഇന്നലെ വരെ ആന കയറി വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കോൺട്രാക്ടർ വിളിച്ചാൽ എടുക്കില്ല. ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് ഒന്നും പറയാനും പറ്റുന്നില്ല. സർക്കാർ സത്യത്തിൽ ഇത് ഈ വനം വകുപ്പിനോട് കാണിക്കുന്ന അനാസ്ഥയാണോ, വനം വകുപ്പ് ജനങ്ങളോട് കാണിക്കുന്ന അനാസ്ഥയാണോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആന ഇപ്പോഴും നിരന്തരം വരും തുടങ്ങി. പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ വിദേശത്ത് പോയി. പകരമേൽപ്പിച്ചയാൾ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ചെയ്ത പ്രവൃത്തികൾക്ക് പണം നൽകിയിട്ടുണ്ട്. ഫണ്ടിന് തടസ്സമില്ല. എന്തായാലും അനാസ്ഥ ആരുടേതാണെങ്കിലും നാട്ടുകാർക്ക് ഇപ്പോഴും ഉറക്കമില്ല. മാതൃഭൂമി ന്യൂസ്, വയനാട്.